ഇന്ന് കല്യാണിയുടെ കുടുക്കിൽ പെട്ട് പോയാണ് നമ്മുടെ മറഡോണ. അവൾക്ക് എന്നും ദിവസം ഓരോരുത്തരെ വേണം. തിരിച്ച് മറച്ചോടിയിട്ടുണ്ട്. മെസ്സിക്കൂട്ട വേഗം നോക്കി നീങ്ങിപ്പോയി. നമ്മളങ്ങ് പെട്ടാലോ എന്ന് വെച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. മറഡോണ ഇവിടെ ബാക്കി എല്ലാവരും കല്യാണിനോട് തട്ടി തട്ടി വിടാവുന്നുള്ളൂ. എല്ലാവരും വലിയ ചെക്കന്മാരാ. പെങ്ങള് മാത്രമേ കുഞ്ഞിതുള്ളൂ. പക്ഷെ പെങ്ങളുടെ ആ ആരോഗ്യം അയ്യോ കണ്ട ഓടിപ്പോയി. അവര് ഓടിപ്പോയി. കണ്ട മറഡോണ ഓടിപ്പോയിട്ട് നോക്കിയേ. കണ്ടോ കല്യാണിനെ നോക്കണേ. കല്യാണിതേ എന്ത് പോണ്ട് കല്യാണി. മറഡോണനെ ലക്ഷ്യം വെച്ചിട്ട് തന്നെ പോണേ. കണ്ടോ അവിടെ എത്തിയപ്പോൾ റൊണാൾഡോയുടെ കയ്യിലത്തെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാന്ന് വെച്ചിട്ട് അന്നാളിതാ മറഡോണേനെ നോക്കിക്കൊണ്ടിരിക്കണോക്കിയോള്. കണ്ടോ അവളുടെ സാധനത്തിൽ നോക്കിയേ. മറഡോണ ഓടി രക്ഷപ്പെട്ടത്. എന്നിട്ട് അവൻ്റെ പിഞ്ഞോല ചെന്ന് ചിരിച്ച് നിൽക്കും കല്യാണി. അത് രക്ഷപ്പെടുത്താ. എന്തു കാര്യമായിട്ട് കല്യാണി മറഡോണോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ആ ഉപദേശം കൊടുത്തോക്കണേ. നീ ഇപ്പം നോക്കിയോട്ടെ. നെയ്മറുടെ വായിലൊരു സാധനം ഉണ്ട്. അപ്പം അവളെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നെയ്മറെ പിടികൂടി. കണ്ടോ നെയ്മറുടെ പിന്നാലെ പോയി. നെയ്മറുടെ വായിൽ ആ സാധനം തട്ടി പറിച്ച് മേടിക്കാം അവള്. മറ്റേ അടയ്ക്കായിരുന്നിട്ട് അത് പെട്ടെന്ന് ഉരുണ്ടുപോയി. എവിടെയാന്ന് അറിയണില്ല. ആളെ അന്വേഷിച്ച് നടക്കുക. എല്ലാവരുടെ അടുത്തും ഒരു തപ്പി നടക്കാട്ടെ. എല്ലാവരും അവിടെ അന്വേഷിച്ചത് കിട്ടിയിട്ടില്ല. ഇതേ ഇവിടെയുണ്ട്. ദേ കണ്ടോ നമ്മുടെ നെയ്മറുടെ അടുത്തേക്ക് തന്നെ എത്തി. അവൻ്റെ വായിലുണ്ടെന്ന് മനസ്സിലായി. അവൾ ആദ്യം വിചാരിച്ചത് ഉരുണ്ടുപോയിന്നേ. ദേ എവിടെയാ തട്ടി പറിക്കണേ. കണ്ടോ അവൾക്ക് എല്ലാവരും എടുത്ത സാധനം അവൾക്ക് വേണം. ഇഷ്ടം പോലെ അടയ്ക്ക എടുക്കുന്നുണ്ട്. അടയ്ക്ക ഒന്നും പറ്റില്ല. അവളെടുത്ത് പറഞ്ഞ അടയ്ക്ക തന്നെ വേണം. കണ്ടോ എടുത്തു. അവളെടുത്തു. കണ്ടോ അവളെടുത്തു. അവളുടെ കണ്ട ഇതാണ് നമ്മുടെ കല്യാണി കുട്ടി. അടയ്ക്കയുടെ കൈ കല്യാണിയുടെ കൈരടിയിലാണ്. അല്ല അടയ്ക്കയുടെ കൈയല്ല. അടയ്ക്ക കല്യാണിയുടെ കൈരടിയിലാ. കണ്ടോ എന്നിട്ട് നമ്മ വേണ്ടി പറക്കണേ. കേട്ടോ കൊടുക്കില്ല അവള് അവന്റെ